പാർക്കിലെ സ്റ്റോൺ ബെഞ്ചിൽ ചാരിയിരിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്തു. പക്ഷേ സക്രിയ അറിഞ്ഞതേയില്ല. ചുട്ടുപൊള്ളുന്ന വെയിലിൽ വിയർത്തൊലിച്ചിരിക്കുന്ന ആളിനെ നോക്കി ചിലർ ചിരിച്ചു. ഡെന്നി, നീ എത്തിയോടാ? കാറിലിരുന്നു കൊണ്ട് ഫോൺ ചെവിയോട് ചേർത്ത് അരുണ ചോദിച്ചു. ദേ എത്തി. പെട്ടെന്ന് അവൻ്റെ കാറും അവളുടെ കാറിന് മുന്നിൽ നിർത്തി. രണ്ടുപേരും ഇറങ്ങി. അങ്കിൾ എന്തിനാ അത്യാവശ്യമായി കാണണം എന്ന് പറഞ്ഞത്? നിന്നോടെന്തേലും പറഞ്ഞായിരുന്നോ? ഇല്ല, എന്തായാലും കാര്യം സീരിയസ് ആണ്. ആള് വല്ലാത്ത വെപ്രാളത്തിലായിരുന്നു. ദേ, അത് അങ്കിൾ അല്ലേ ഡെന്നി? അരുണ ചോദിച്ചു. ഷോ, ഈ പൊരി വെയിലത്ത് ഇങ്ങേർക്ക് ഭ്രാന്തായോ? ഡെന്നിക്ക് ദേഷ്യം വന്നു. അങ്കിൾ? അരുണ അയാളുടെ തോളിൽ തട്ടിയതും ഞെട്ടലോടെ ചാടി പിടഞ്ഞെഴുന്നേറ്റു. ചുറ്റും പരതി നോക്കി. അങ്കിൾ വന്നിട്ട് ഒരുപാട് നേരമായോ? ഡെന്നി ചോദിച്ചു. ഒന്ന് മൂളിക്കൊണ്ട് വീണ്ടും ആ ബെഞ്ചിലേക്ക് തന്നെ ഇരിക്കാനൊരുങ്ങിയതും ഡെന്നി അയാളുടെ കയ്യിൽ പിടിച്ചു. ഷർട്ട് വിയർപ്പിൽ കുതിർന്നു. ഇനിയും എന്തിനാ ഈ വെയിൽ കൊള്ളുന്നേ? എന്തേലും നേർച്ചയുണ്ടോ? ഡെന്നി, നീ ദേഷ്യപ്പെടാതെ. അങ്കിളിന് എന്തോ വിഷമമുണ്ട്. അരുണ സക്രിയയുടെ കയ്യിൽ അമർത്തി പിടിച്ചു. വരൂ അങ്കിൾ, നമുക്ക് അവിടെ ഇരിക്കാം. എന്താ അങ്കിളിൻ്റെ പ്രശ്നം? എന്തുണ്ടേലും ഞങ്ങളോട് പറയാം. തണൽ പാകിയ മരങ്ങൾ. അവർ മൂന്നും മുന്നിലേക്ക് നടന്നു. നിഷാനി മേരിക്കുട്ടിയുടെ മകളാ. അവളുടെ അച്ഛൻ ജീവിച്ചിരിപ്പുണ്ടോ എന്ന് എനിക്കറിയണം. പെട്ടെന്ന് മൗനം വിട്ട് സക്രിയ പറഞ്ഞു. എങ്ങനെ? ആളാരാ? മേരി അമ്മയുടെ പപ്പ അദ്ദേഹത്തെ എന്താ ചെയ്തത്? ഒന്നും നമുക്കറിയില്ലല്ലോ. ആരോട് ചോദിക്കും? ഡെന്നി ചോദിച്ചു. അങ്കിളിന് എന്തേലും അറിയോ? അപ്പച്ചൻ ഒന്നും പറഞ്ഞിട്ടില്ലേ? അരുണയുടെ ചോദ്യം പെട്ടെന്ന് തന്നെ വന്നു. അറിയാം, അപ്പച്ചൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ മേരിക്കുട്ടിയും. അവർ ആൾത്തിരക്കില്ലാത്ത ഒഴിഞ്ഞ ഒരിടത്തേക്ക് മാറി നിന്നു. രണ്ടുപേരും സക്രിയയെ നോക്കി. കോളേജിൽ പഠിക്കുന്ന സമയം പുതുതായി വന്ന മലയാളം അധ്യാപകൻ. അവൾക്ക് ഇഷ്ടം തോന്നിയത് അയാളുടെ നാവിൽ നിന്ന് വീഴുന്ന സാഹിത്യത്തിലായിരുന്നു. നന്നായി പ്രസംഗിക്കും. ഇപ്പോഴത്തെ മേരി ആയിരുന്നില്ല അന്നവൾ. എന്തിനും പോന്ന പെണ്ണ്. ആരുടെ മുന്നിലും പേടിയില്ലാതെ തല ഉയർത്തിപ്പിടിച്ച് സംസാരിക്കുന്നവൾ. ചാണ്ടിയുടെ ഏക മകൾ എന്ന അഹങ്കാരവും. ആദ്യ വർഷം തന്നെ സാറിനോട് തൻ്റെ ഇഷ്ടം പറഞ്ഞു. അയാൾ ആദ്യം എതിർക്കുവാണ് ചെയ്തത്. വാശിയോടെ പിന്നാലെ നടക്കുന്നവൾ. ക്ലാസ്സിലും അവളുടെ കണ്ണിൽ പ്രണയം മാത്രം. പിന്നെ എപ്പോഴോ അവൾക്ക് മുന്നിൽ അവൻ താഴ്ന്നു കൊടുത്തു. കൃഷ്ണനാഥ്, മേരിയുടെ മാത്രം നാഥ്. കോളേജിൽ 2 കിലോമീറ്റർ മാറി ഒരു വാടക വീട്ടിലായിരുന്നു താമസം. ഏകാന്തമായ ജീവിതം. അവിടെ പുസ്തകങ്ങളായിരുന്നു നാഥിൻ്റെ ലോകം. 3rd ഇയർ ആയപ്പോൾ അവരുടെ ബന്ധത്തിൻ്റെ ആഴം കൂടി. കോളേജിൽ നിന്ന് ടൂറ് പോകാൻ തീരുമാനിച്ചു. അപ്പച്ചനോട് ടൂറ് പോകുന്നു എന്ന് പറഞ്ഞ് അവൾ പോയത് അവൻ്റെ വാടക വീട്ടിലേക്കാണ്. ഒരുമിച്ചുള്ള ജീവിതം അതിര് കടന്നു പോയത് രണ്ടുപേരും അറിഞ്ഞിരുന്നില്ല. 1 മാസത്തിന് ശേഷം ഗർഭിണിയാണ് എന്നറിയുമ്പോൾ മേരി പേടിച്ചിരുന്നു. ആദ്യം ഓടിച്ചെന്ന് പറഞ്ഞത് അവനോടാണ്. അറിഞ്ഞപ്പോൾ അയാൾ ചിരിച്ചു. എക്സാമിൽ ശ്രദ്ധിക്ക് അത്രമാത്രം പറഞ്ഞു. അവൾക്ക് വിശ്വാസമായിരുന്നു. സക്കറിയ ഒരു മരത്തിൻ്റെ കീഴെയുള്ള ബെഞ്ചിലിരുന്നു. അയാൾ പിന്നെ വന്നില്ലേ അങ്കിൾ? അരുണ ചോദിച്ചു. ലാസ്റ്റ് എക്സാം കഴിഞ്ഞ് പിറ്റേന്ന് അവൻ ഒറ്റയ്ക്ക് പ്ലാപ്പറമ്പിൽ ചാണ്ടിയുടെ മാളികയ്ക്ക് മുന്നിൽ വന്ന് നിന്നു. പെണ്ണ് ചോദിക്കാൻ. ആരാ? എന്തു വേണം? മുന്നിൽ നിൽക്കുന്ന ചെറുപ്പക്കാരനെ നോക്കി ചാണ്ടി ഗൗരവത്തിൽ ചോദിച്ചു. ഞാൻ മേരിക്കുട്ടി പഠിക്കുന്ന കോളേജിലെ സാറാണ്. ഞങ്ങൾ ഇഷ്ടത്തിലാ. അവൻ ഉറക്കെ പറഞ്ഞു. എവിടെയോ കിടക്കുന്നവനൊക്കെ എൻ്റെ മോളെ കൊടുക്കാനോ? കടക്കട പുറത്ത്. എനിക്ക് മേരിയെ കാണണം. അവളെയും കൊണ്ടേ ഞാൻ പോകൂ. അവൻ്റെ ശബ്ദം ഉറച്ചിരുന്നു. നാദിനെ അടിക്കാനായി പാഞ്ഞെടുക്കുമ്പോൾ മേരി തടസ്സം പോലെ നിന്നു. ഇല്ലപ്പച്ച, നാദിനെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. മകൾക്ക് മുന്നിൽ അയാളൊന്ന് ശാന്തമായി. നാദ് പോയിക്കോ, ഞാൻ അപ്പച്ചനോട് സംസാരിക്കാം. മേരി. ഒന്നുമില്ല, നമ്മൾ ഒന്നിച്ച് നമ്മുടെ കുഞ്ഞുമായി ജീവിക്കും. അവനെ സമാധാനിപ്പിച്ച് പറഞ്ഞു വിട്ടു. മേരി കരഞ്ഞ് കാല് പിടിച്ചു. അവളെ അയാൾ പൊതിരെ തല്ലി. അവസാന ആയുധം എന്ന പോലെ താൻ ഗർഭിണിയാണ് എന്ന് പറഞ്ഞതും ചാണ്ടി ആദ്യമൊന്ന് പതറിപ്പോയി. അവൾ കളവ് പറയുവാണ് എന്നാണ് ചാണ്ടി കരുതിയത്. പക്ഷേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയപ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത അവസ്ഥയായിരുന്നു. കുഞ്ഞിന് 3 മാസം വളർച്ചയെത്തി. ഔസേപ്പിന് മേരി മകളെപ്പോലെയാണ്. അവൾക്ക് ചാണ്ടിയേക്കാൾ ഇഷ്ടം അയാളോടാണ്. എന്തിനാ മോളെ? നിന്റെ അപ്പൻ്റെ സ്വഭാവം നിനക്ക് നന്നായി അറിയാവുന്നതല്ലേ? ഔസേപ്പച്ചൻ അവളുടെ തലമുടിയിൽ പതിയെ തഴുകി. മേരി ആ നെഞ്ചിലേക്ക് ചാരിയിരുന്നു.
അപ്പൻ്റെ ആഗ്രഹം നടക്കില്ല, എനിക്ക് പറ്റില്ല സക്രിയെ, ഞാനങ്ങനെ കണ്ടിട്ടില്ല. നാഥുമായി കല്യാണം നടത്തി തരാൻ വല്യപ്പൻ പറഞ്ഞാൽ അപ്പച്ചൻ കേൾക്കും. എനിക്ക് വേണ്ടി പറയില്ലേ? അവൾ കരഞ്ഞു. ഞാൻ പറയാം, അവനെ കൊണ്ട് സമ്മതിപ്പിച്ച് നിങ്ങളുടെ കല്യാണം നടത്തി തരാം. ഔസേപ്പച്ചൻ മേരിയുടെ കയ്യിൽ പിടിച്ച് വാക്ക് കൊടുത്തു. എടാ ചാണ്ടി, ആ കുഞ്ഞിന് അപ്പൻ വേണ്ടേ? അവള് നമ്മുടെ കുട്ടിയല്ലേ, അവനെ നമ്മുടെ കൂട്ടത്തിൽ ചേർക്കാം. പിള്ളേര് ഇഷ്ടപ്പെട്ടു പോയതല്ലേ, അങ്ങ് സമ്മതിക്ക്. നിനക്കും വട്ടായോ? എനിക്കവനെ ബോധിച്ചില്ല. കാൽ കാശിന് കൊള്ളാത്തവൻ, തൊലി വെളുപ്പ് മാത്രം മതിയോ മുന്നോട്ട് ജീവിക്കാൻ? ചാണ്ടി കലിയോടെ പറഞ്ഞു. നീ സമ്മതിച്ചില്ലേൽ ഞാൻ അവരെ ഒന്നിപ്പിക്കും. ഔസേപ്പേ, സക്രിയോട് നമ്മൾ എന്തു പറയും? അവന് പ്രതീക്ഷ കൊടുത്തിട്ട്. സക്കറി എൻ്റെ മകനാ, അവന് കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകും. എന്നാ എനിക്ക് സമ്മതം. ചാണ്ടി സമ്മതം മൂളി. പിന്നീട് നാഥിനെക്കുറിച്ച് ഒരു വിവരവും ഉണ്ടായില്ല. ഫോണിൽ കിട്ടാതെയായി. മേരി കരച്ചിലോട് കരച്ചിൽ. ഔസേപ്പച്ചൻ അവൻ്റെ തറവാട്ടിലേക്ക് പോയി. അവർക്കാർക്കും ഒന്നും അറിയില്ല. നാഥിൻ്റെ അച്ഛൻ ഒരു വല്ലാത്ത പ്രകൃതമാണ്. അമ്മ പക്ഷേ കരച്ചിൽ മാത്രമായിരുന്നു. നിനക്ക് മതിയായില്ലേടി? അവൻ വയറ്റിൽ ഒരു കൊച്ചിനെയും തന്ന് കടന്നു കളഞ്ഞു. ഇനി എന്താ ഉദ്ദേശം? അപ്പച്ചൻ്റെ കുറ്റപ്പെടുത്തൽ. എന്നെ ചതിച്ചതാണോ നാഥ്? വയറ് ചെറുതായി വീർത്തു വരാൻ തുടങ്ങി. അന്ന് ഒരു ഞായറാഴ്ച രാവിലെ സാറാമ്മ പള്ളിയിലേക്ക് പോയി. ചാണ്ടിയുടെ ഫോൺ തുടരെ റിങ് ചെയ്യാൻ തുടങ്ങി. ഈ അപ്പച്ചൻ ഇതെവിടെ പോയതാ? ചെറുതായി തുറന്നു കിടന്ന റൂമിലേക്ക് കയറാൻ തുടങ്ങിയതും ചാണ്ടി ബാത്റൂമിൽ നിന്ന് തലയും തുവർത്തിക്കൊണ്ട് ഇറങ്ങി വന്നു. പറയ് ജെയ്സൺ. മേരിക്കുട്ടി ഒന്ന് ഞെട്ടി. ജെയ്സൺ? അയാളെന്തിനാ അപ്പച്ചനെ? ഒരുപാട് കേസുകളിൽ പ്രതിയായ ആ ഗുണ്ടയുമായി അപ്പച്ചന് എന്താ ബന്ധം? മേരി വാതിലിന് പുറത്ത് മാറി നിന്നു. റൂമിൽ ഉറക്കെ അട്ടഹാസം മുഴങ്ങി. അങ്ങനെ സാറ് പോയി അല്ലേ ജെയ്സൺ? മേരിക്കുട്ടി പേടിയോടെ വിറച്ചുപോയി. നാഥിനെ അപ്പച്ചൻ? മറുവശത്തു നിന്നും ജെയ്സൺ എന്തോ പറഞ്ഞു. വേണ്ട, എനിക്കിനി അവനെ കാണണ്ട. എൻ്റെ മുന്നിൽ വന്നു നിന്ന് ഗർജിക്കാൻ മാത്രം അവൻ ആളായിട്ടില്ല. അവസാനമായി കൊടുക്കേണ്ടതെല്ലാം ഞാൻ കൊടുത്തു, പക അടങ്ങുവോളം. മേരിക്കുട്ടി ജീവശവം പോലെ റൂമിലേക്ക് നടന്നു. വയറിൽ പതിയെ തഴുകി. അച്ഛൻ ചതിച്ചതല്ല, പോയി കുഞ്ഞെ. ആരോടും ഒരു പരാതിയും അവൾ പറഞ്ഞില്ല. ഒന്നും അറിഞ്ഞതായി ഭാവിച്ചില്ല. ആ കുഞ്ഞിനു വേണ്ടി മാത്രം. ഞാൻ ആൻറ്റിയുടെ വീട്ടിൽ പോകില്ല അപ്പച്ച. എനിക്ക് എൻ്റെ അമ്മച്ചിക്കൊപ്പം നിന്നാൽ മതി. അവളുടെ എതിർപ്പുകളൊന്നും വിലപ്പോയില്ല. പിറ്റേന്ന് മേരിയെ അവിടെ നിന്ന് മാറ്റി. ഗർഭകാലം മുഴുവൻ അപ്പച്ചൻ്റെ അകന്ന ബന്ധത്തിൽപ്പെട്ട ഒരു സ്ത്രീക്കൊപ്പമായിരുന്നു. ഡേറ്റ് അടുത്തു. മേരി പ്രസവിച്ചു. ഔസേപ്പേ, ഇതിനെ എവിടെയെങ്കിലും കൊണ്ടുപോയി കൊന്നു കളഞ്ഞേക്ക്. ചാണ്ടിയുടെ കയ്യിലിരിക്കുന്ന ടവലിൽ നോക്കി സ്തംഭിച്ച് നിന്നുപോയി ഔസേപ്പച്ചൻ. എടാ ചാണ്ടി, നീ എന്താ ഈ പറയുന്നേ? മനുഷ്യത്വം മരവിച്ച് പോയോ നിന്റെ? അച്ഛനില്ലാത്ത സന്തതി എൻ്റെ പേരക്കുട്ടിയായി വളരണ്ട. അവൾക്ക് ബോധം വീഴും മുന്നേ ഇത് ഈ ഭൂമിയിൽ നിന്ന് പോകണം. ചാണ്ടി കടുപ്പിച്ച് പറഞ്ഞു. എനിക്ക് പറ്റില്ല. ഔസേപ്പച്ചനും വിട്ടുകൊടുത്തില്ല. ജെയ്സൺ ജയിലിലായി പോയി. ഇല്ലേൽ നിന്റെ കാല് പിടിക്കാൻ ഞാൻ വരില്ലായിരുന്നു. അപ്പനെ പറഞ്ഞു വിട്ടടുത്തേക്ക് അവൻ തന്നെ ഈ സന്തതിയും. ചാണ്ടിയുടെ വായിൽ നിന്നും അറിയാതെ സത്യങ്ങൾ പുറത്തേക്ക് വന്നതും ഔസേപ്പച്ചൻ്റെ വലതുകൈ ചാണ്ടിയുടെ കരണത്ത് പതിച്ചു. പന്ന മോനെ, എല്ലാം ചെയ്തു വെച്ചിട്ട് നീ ഒന്നും അറിയാത്തതുപോലെ അഭിനയിച്ചു അല്ലേ? ആ പാവം കൊച്ച് നിന്നോട് എന്ത് തെറ്റാടാ ചെയ്തത്, മഹാപാവി. ഔസേപ്പച്ചൻ ചാണ്ടിയുടെ ഷർട്ടിൻ്റെ കോളറിൽ കുത്തിപ്പിടിച്ചു. അവൾ എൻ്റെ മോള. ഞാൻ ആഗ്രഹിച്ചത് നടക്കണം. സാമുവലിനെ എൻ്റെ മരുമകനാക്കാൻ കഴിഞ്ഞില്ല. സക്രിയ, അവൻ എനിക്ക് വേണം. ഷർട്ടിൽ മുറുകിയ കൈകൾ അയഞ്ഞു. ഔസേപ്പച്ചൻ ചാണ്ടിയെ തന്നെ നോക്കി നിന്നു. ഇനി പിഴച്ചുപോയ എൻ്റെ മകളെ നിനക്ക് വേണ്ടാന്നുണ്ടോ? എങ്കിൽ പറ. എനിക്ക് മാനക്കേട് വരുത്തി വെച്ചവളെയും ഈ നശിച്ച വിത്തിനെയും ഒരുമിച്ച് തീർക്കാൻ എനിക്ക് മടിയില്ല. ചാണ്ടി വേദനയോടെ ഔസേപ്പച്ചൻ വിളിച്ചു. അയാളുടെ കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ ഒന്ന് നോക്കി. തന്നേക്ക്, ഈ കർമ്മം ഞാൻ ചെയ്തോളാം. മേരിയെ അന്നും ഇന്നും എനിക്കിഷ്ടം. കുഞ്ഞിനെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ഔസേപ്പ് തിരിഞ്ഞു നടന്നു. തീർത്തേക്കണം, നീ ചതിക്കില്ല എന്നാ എൻ്റെ വിശ്വാസം. മേരി ഉണരുമ്പോൾ ഞാൻ ഇവിടെ ഉണ്ടാവണം. അല്ലേൽ ഞാൻ തന്നെ ചെയ്തേനെ. ഹോസ്പിറ്റലിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ നിർത്താതെ പെയ്യുന്നുണ്ട്.
തല താഴ്ത്തി കയ്യിലിരിക്കുന്ന കുഞ്ഞിനെ നോക്കുമ്പോൾ അത് കണ്ണുകൾ ചിമ്മി തുറന്നു. ഞാൻ എന്ത് ചെയ്യും കൊച്ചേ? ഔസേപ്പച്ചൻ കരഞ്ഞുപോയി. പെട്ടെന്ന് ഗൗരവത്തോടെ കാറിലേക്ക് ഓടിക്കയറി. എൻ്റെ കുഞ്ഞെവിടെ? മേരി വാവിട്ട് കരയാൻ തുടങ്ങി. നഴ്സ് ചാണ്ടിയെ നോക്കി. അയാൾ പറയാൻ കണ്ണ് കാട്ടി. കുഞ്ഞ് മരിച്ചു. നഴ്സ് സമാധാനത്തിൽ പറഞ്ഞു. ഇല്ല, പച്ചക്കള്ളം. നിങ്ങളാ അത് ചെയ്തത്. എൻ്റെ നാഥനെ കൊണ്ടുപോയി. ഇപ്പോൾ എൻ്റെ കുഞ്ഞിനെയും. ചാണ്ടിക്ക് നേരെ അവൾ കയർത്തു. സാറാമ്മ ഒന്നും അറിയാതെ പകച്ചു നിൽക്കുവാണ്. മോളെ മേരി, അപ്പച്ചൻ അങ്ങനെ ചെയ്യോ? ചെയ്യും, ദുഷ്ടനായി ഇയാൾ. മോളെ. ചാണ്ടി സ്നേഹത്തോടെ അവൾക്ക് അടുത്തേക്ക് വന്നു. തൊട്ടുപോകരുത്. ഞാനെല്ലാം കേട്ടു. ജെയ്സണുമായി സംസാരിച്ചതെല്ലാം. എൻ്റെ മുന്നിൽ വന്നു പോകരുത്. ഇറങ്ങിപ്പോയിക്കോ. മേരി ചാണ്ടിയെ ആട്ടിയിറക്കി. ICUവിന് മുന്നിൽ അയാൾ തളർന്നിരുന്നു. തീർന്നു. എൻ്റെ ഈ കൈകൊണ്ട് നിനക്ക് വേണ്ടി. മഴയിൽ നനഞ്ഞു നിൽക്കുന്ന ഔസേപ്പ്. ചാണ്ടിയുടെ ചുണ്ടിൽ ചിരി തെളിഞ്ഞു. മേരിക്ക് ബോധം വീണു. കയറി കാണു, പക്ഷേ ഞാൻ പറഞ്ഞത് മറക്കണ്ട. മരവിച്ച ശരീരവുമായി ഔസേപ്പച്ചൻ മേരിയെ ഒന്ന് നോക്കി. വലിയപ്പ, എൻ്റെ കുഞ്ഞെവിടെ? അവൾ വേദന മറന്ന് അയാളെ കെട്ടിപ്പിടിച്ചു. അപ്പച്ചനെ, എനിക്ക് വിശ്വാസമില്ല. പോയി മോളെ, പെട്ടെന്ന് അയാൾ പറഞ്ഞു. മേരി തല ഉയർത്തി ആ കണ്ണിലേക്ക് നോക്കി. നാത് കൊണ്ടുപോയോ? ആ, ആൺകുഞ്ഞ്. അവളെ മുറുകെ പിടിക്കുമ്പോൾ കരഞ്ഞു തളർന്ന് ബോധം പോയിരുന്നു. നിനക്ക് സന്തോഷമായല്ലോ? വല്യപ്പൻ കള്ളം പറയില്ല. എൻ്റെ കൊച്ച് എന്നെ വിശ്വസിച്ചു. വിശ്വാസവഞ്ചനയാ ഞാൻ ചെയ്തത്. ഈ പാവം അതെന്നെയും കൊണ്ട് പോകും. ഔസേപ്പ് ദേഷ്യത്തിൽ വിറച്ചു. ഒരു കാര്യം കൂടി, മേരി സക്രിയയുടെ പെണ്ണാ. പക്ഷെ മിന്നുകെട്ട് കഴിഞ്ഞ് നീ ഞാനുമായി ഒരു ബന്ധവും ഉണ്ടാവില്ല. എല്ലാം അവസാനിപ്പിക്കാം. സക്രിയയുടെ തൊണ്ടക്കുഴി വറ്റി വരണ്ടു. വെള്ളം. ഡെന്നി കാറിനടുത്തേക്ക് ഓടി. ആ കുഞ്ഞിനെ വല്യപ്പച്ചൻ എങ്ങോട്ടാ കൊണ്ടുപോയത്? അരുണ ചോദിച്ചു. പള്ളിയിൽ ഫാദറിനെ ഏൽപ്പിച്ചു. പേരിട്ടതും കൊച്ചിന് വേണ്ടുന്ന സാധനങ്ങൾ എത്തിച്ചു കൊടുത്തതും അപ്പച്ചൻ തന്നെയാണ്. പിന്നീട് 1 വർഷത്തിന് ശേഷമായിരുന്നു ഞങ്ങളുടെ കല്യാണം. അവൾ എതിർത്തതാ. പക്ഷേ മിന്നുകെട്ട് കഴിഞ്ഞ് രാത്രിയാണ് ഞാൻ എല്ലാം അറിയുന്നത്. ആദ്യം അവളോട് ദേഷ്യമായിരുന്നു. എപ്പോഴോ മദ്യത്തിൻ്റെ പുറത്ത് എൻ്റെ മനസ്സ് കൈവിട്ടു പോയി. അവൾ എതിർത്തു. 2 വർഷം കുഞ്ഞുങ്ങളുണ്ടായില്ല. എൻ്റെ പ്രശ്നം തന്നെ ആയിരുന്നു. അങ്ങനെയാണ് നിഷാനിയെ കൊണ്ടുവരുന്നത്. എനിക്കിഷ്ടമായിരുന്നില്ല. വീണ്ടും അവളുടെ ഇഷ്ടം പോലുമില്ലാതെ തെറ്റ് ചെയ്തു. എൻ്റെ ഭാര്യയല്ലേ, എന്തും ചെയ്യാം എന്ന തോന്നൽ. എൻ്റെ പ്രവൃത്തികൾ കണ്ട് സഹിക്കവയ്യാതെ അപ്പച്ചനെല്ലാം പറഞ്ഞപ്പോൾ അവളെ ഒന്ന് കാണാൻ വീട്ടിലേക്ക് ഓടി വന്നതാ. പക്ഷേ അവിടെ എനിക്കായി കാത്തു വെച്ചത് മേരി ഗർഭിണിയാണ് എന്ന വാർത്തയാ. ആ മുഖത്തേക്ക് നോക്കാൻ എനിക്കെന്തോ കുറ്റബോധം തോന്നി. പതിയെ അവളിൽ നിന്നും അകന്നു. പിന്നീട് ഒരിക്കലും ഞങ്ങൾ ഒരുമിച്ച് ഒരു റൂമിൽ കിടന്നിട്ടില്ല. പക്ഷെ ഇന്നലെ സക്രിയ വിങ്ങിപ്പൊട്ടി. അങ്കിൾ. ഡെന്നി സങ്കടത്തോടെ അയാളുടെ കുഴഞ്ഞു പോകുന്ന ശരീരത്തെ തന്നിലേക്ക് ചേർത്ത് പിടിച്ചു. പേഴ്സിൽ നിന്നും ഒരു ഫോട്ടോ എടുത്ത് അരുണയ്ക്ക് നേരെ നീട്ടി. ഇതാണ് കൃഷ്ണനാഥ്. അരുണ ആ ഫോട്ടോയിലേക്ക് നോക്കി. ആദ്യം ഒരു ഞെട്ടലായിരുന്നു. ആള് എഴുത്തുകാരനാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. എവിടെയെങ്കിലും ജീവിച്ചിരിപ്പുണ്ട് എന്നൊരു തോന്നൽ. ഉണ്ടെങ്കിൽ ഒരിക്കലും മേരിക്ക് മുന്നിലേക്ക് അവൻ വരരുത്. എനിക്ക് അവളെ നഷ്ടപ്പെടുത്താൻ വയ്യ. അരുണ, നോക്കട്ടേടി, ആനിയെപ്പോലെയാണോ? ഒന്നിലും അടിപതറാത്ത അരുണയുടെ ഭാവമാറ്റം. ഡെന്നി കണ്ണ് ചുരുക്കി. ഫോട്ടോ വാങ്ങി നോക്കിയതും അവന് തല ചുറ്റും പോലെ തോന്നി. കർത്താവേ! അവൻ കണ്ണുകൾ അടച്ചു പിടിച്ചു. ദേ, ഇത് നാഥ് എഴുതിയ ബുക്കാണ്. മേരിയുടെ ലൈബ്രറിയിൽ നിന്ന് ഞാൻ എടുത്തതാ. പെട്ടെന്ന് സക്രിയയുടെ ഫോൺ ചിലയ്ക്കാൻ തുടങ്ങി. അയാൾ മിണ്ടാതെ ഇരുന്നു. മേരി അമ്മയാവും അങ്കിൾ. ഫോണെടുത്ത് സംസാരിക്ക്. ആ പാവത്തിനെ ഇനിയും വേദനിപ്പിക്കരുത്, ഡെന്നി പറഞ്ഞു. അയാൾ തല കുലുക്കി. ഹലോ ഇച്ചായ, എവിടെയാ? ഇരുട്ട് വീണ് തുടങ്ങി. ഞാൻ ദേ വരുന്നു മേരി. ഇച്ചായ? എന്താടി? വരുമ്പോൾ കഴിക്കാൻ എന്തേലും വാങ്ങി വരുമോ? അയാളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. നിനക്ക് എന്താ വേണ്ടേ? ഇഷ്ടമുള്ളത് പറയ്. അത് പൊറോട്ടയും ബീഫ് റോസ്റ്റും. മേടിക്കാം. പെട്ടെന്ന് വരണേ ഇച്ചായ. ഞാനിവിടെ സിറ്റ് ഔട്ടിൽ തന്നെ ഇരിക്കുവാ. ആ. സക്രിയ അരുണയെയും ഡെന്നിയെയും നോക്കി. മിന്നിക്കെട്ടിന് മുന്നേ ഞാൻ അവളോട് പറയും നിഷാനി നിന്റെ മോളാണെന്ന്. കല്യാണം കഴിഞ്ഞ് നിങ്ങൾ മുംബൈക്ക് പോകുന്നതിന് മുന്നേ അവൾ കൊച്ചിനെ ഒന്ന് സ്നേഹിച്ചോട്ടെ.
അല്ലേ ഡെന്നി? ശരി, ഞാൻ പോട്ടെ. അയാൾ എഴുന്നേറ്റു. അങ്കിൾ, ഒന്നും ഓർക്കണ്ട. നിങ്ങൾ സുഖമായി ജീവിച്ചു തുടങ്ങിക്കോ. കൃഷ്ണനാഥ് ജീവിച്ചിരിപ്പുണ്ടേൽ ഒരിക്കലും മേരിയമ്മയെ തേടി വരില്ല. എന്തോ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ടാണ് ഡെന്നി പറഞ്ഞത്. അയാൾ പുഞ്ചിരിച്ചു. സക്രിയ കാറിൽ കയറിപ്പോയതും അരുണ അവനെ വേദനയോടെ നോക്കി. ഇനി എന്തു ചെയ്യൂടാ? ഉടനെ മിന്നുകെട്ട്. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ പെണ്ണും മുംബൈക്ക്. ആ മനുഷ്യൻ ആർക്കോ വേണ്ടിയുള്ള കാത്തിരിപ്പില്ല. നിഷാനിയെ മുന്നിലേക്ക് നിർത്തി കൊടുക്കും. പിന്നെ എന്താ നടക്കുന്നതെന്ന് കാണാം. 20 വർഷം കൂടെയുള്ളത് മകളാണെന്നറിയാൻ ആ അമ്മയ്ക്ക് കഴിഞ്ഞില്ല. അച്ഛന് കഴിയോ എന്ന് നോക്കട്ടെ. ഒരു പക്ഷേ ആ അച്ഛൻ്റെ ഭ്രാന്തിനുള്ള മരുന്നാവും ഈ മകൾ. സാമുവൽ ഡോക്ടറുടെയും ഈ എൻ്റെയും മുന്നിലേക്ക് വന്ന ഒരു പേഷ്യൻറ്റും അസുഖം മാറാതെ പോയിട്ടില്ല. പക്ഷെ ഇവിടെ ഞങ്ങൾ തോറ്റുപോയി. ഈ നീണ്ട 15 വർഷത്തെ മാറാത്ത അയാളിലെ രോഗത്തെ മാറ്റാൻ നിഷാനിക്ക് മാത്രമേ കഴിയൂ.